ഇന്ന് വായനാ ദിനം. കേരളം വായനയുടെ പ്രാധാന്യത്തെ ഉദ്ഘോഷിക്കുന്ന ദിവസം. ഇനിയുള്ള ഒരാഴ്ചക്കാലം വായനയുടെ ഉത്സവകാലം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനശാലകൾ സ്ഥാപിക്കുകയും മലയാളികളെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനും സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പിയുമായ PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. വായന നമ്മുടെ ജീവിതത്തെ കൂടുതൽ മികച്ചതും അർത്ഥവത്തും ആക്കി തീർക്കുന്നു. എത്രയെത്രയോ വ്യത്യസ്തരായ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങളാണ് പുസ്തകങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. വിവിധ വിഷയങ്ങളിലായി എത്ര പുസ്തകങ്ങളാണ് വായനശാലകളിലും മറ്റും നമ്മെ കാത്തിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല മികച്ച ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കോരപ്പുഴ സ്കൂളിന്റെ സമീപത്തുള്ള കാട്ടിലപ്പിടുകയിൽ PCA ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലൈബ്രറിയിൽ നിങ്ങൾക്ക് സൗജന്യമായി കുട്ടികൾക്ക് ലൈബ്രറിയിൽ അംഗത്വം എടുക്കുന്നതിനൊന്നും പണം നൽകേണ്ട ആവശ്യമില്ല. സൗജന്യമായി നമുക്ക് പുസ്തകങ്ങൾ ലഭിക്കും. കുട്ടികളുടെ പ്രായത്തിനിണങ്ങിയ ബാലസാഹിത്യ കൃതികൾ, മറ്റ് നോവലുകൾ, ചെറുകഥകൾ, ശാസ്ത്ര വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, ആത്മകഥകൾ, യാത്രാവിവരണങ്ങൾ, അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. സ്കൂള് അടച്ചിരിക്കുന്ന ഈ ലോക്ക്ഡൌൺ കാലം ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് ദിവസവും വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇത്. കോരപ്പുഴ ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനം ആശംസകൾ. ഇപ്പോഴെല്ലാവരും വീട്ടിലാണ്, സ്കൂളില്ല, ബെല്ലടികളില്ല, മാഷന്മാരുടെ പ്രത്യേകമായിട്ടുള്ള പീരീഡുകൾ തോറുള്ള പഠിപ്പിക്കലില്ല. ഇപ്പോൾ പഠിക്കൽ കുട്ടികൾ തന്നെയാണ്. വീട്ടിലിരുന്നാണ് അവർ പഠിക്കുന്നത്. വീട്ടിലിരുന്ന് എല്ലാവരും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും. കളീൻ്റെ കൂടെ പല കാര്യങ്ങൾ വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. പൂക്കളെയും ശലഭങ്ങളെയൊക്കെ നോക്കി നടക്കുന്നുണ്ടാവും, പുഴയിൽ പോകുന്നുണ്ടാവും, മീൻ പിടിക്കുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഓരോ കുട്ടിയും ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യലുകളൊക്കെ സത്യം പറഞ്ഞാൽ പഠനം തന്നെയാണ്. നമ്മൾ വിചാരിക്കുക സ്കൂളിൽ നിന്ന് ഇരുന്ന് മാഷന്മാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കലും പാഠപുസ്തകത്തിൽ വായിക്കലുമാണ് പഠനം എന്നാണ്. പക്ഷേ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ശ്രദ്ധയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠനമാണ്. ആ ഓരോ ചെയ്യലിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. വായന എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പുസ്തകം വായിക്കുന്നത് മാത്രമാണ് വായന എന്ന്. പക്ഷേ അങ്ങനെയല്ല. സത്യത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വായിക്കുകയാണ്. നമ്മൾ ഒരു പൂവിനെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ നമ്മൾ ആ പൂവിനെ വായിക്കുകയാണ്. ഒരു കുഞ്ഞു പക്ഷിയെ നമ്മൾ കൗതുകത്തോടെ ഉറ്റു നോക്കുമ്പോൾ അതിനെ ശ്രദ്ധയോടെ വായിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ചിറക് എങ്ങനെയുണ്ട്, അതിൻ്റെ കൊക്ക എങ്ങനെയുണ്ട്, കണ്ണ് എങ്ങനെയുണ്ട്, നമ്മൾ ശ്രദ്ധയോടെ നോക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞു കിളിയെ മുഴുവനായിട്ടും വായിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നതിനെയാണ് സത്യത്തിൽ ജീവിത വായന എന്ന് പറയുന്നത്. ജീവിതം എന്നത് തന്നെ ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ധാരാളം കഥകളുണ്ട്, കവിതകളുണ്ട്, പലതരം സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അങ്ങനെ ജീവിത പുസ്തകം സന്തോഷത്തോടെയും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും വായിക്കാൻ എല്ലാ കുഞ്ഞുമക്കൾക്കും കഴിയട്ടെ. ആ വായന നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ പഠനം. അങ്ങനെ
പുസ്തകം വായിക്കാനും ജീവിതത്തെ വായിക്കാനും ചെയ്യുന്ന എല്ലാ കാര്യവും ശ്രദ്ധയോടെ ചെയ്യാനും എല്ലാ കുട്ടികൾക്കും ഈ വായനാ ദിനം പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. വായനാ ദിന പ്രതിജ്ഞ. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, വായനയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് വീണ്ടും ഒരു വായനാ ദിനം കൂടെ വന്നെത്തിയിരിക്കുന്നു. 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ വായനാ ഉത്സവ വേളയിൽ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കി ജീവിതത്തിലുടനീളം വ്യക്തിത്വമുള്ള, സംസ്കാരമുള്ള ഒരു ജനതയായി മാറാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നാം. അറിവിന്റെ, അനുഭവങ്ങളുടെ അനുഭൂതി വായനയിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കൊച്ചു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നോബൽ സമ്മാന ജേതാവായ ആദ്യ ഏഷ്യക്കാരൻ, ഇന്ത്യൻ ദേശീയ ഗാന രചയിതാവ്, കവി, നോവലിസ്റ്റ്, കഥാകൃത്ത്, നാടകകാരൻ തുടങ്ങി അനവധിയായ വിശേഷണങ്ങൾക്കുടമയായ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ 3 വിഖ്യാത രചനകളുടെ സമാഹാരമായ ഒരു കൊച്ചു പുസ്തകം, പോസ്റ്റുമാനും മറ്റു കഥകളും എന്നാണ് പുസ്തകത്തിന്റെ പേര്. വളരെ മുമ്പ് വായിച്ചതിനു ശേഷം വീണ്ടും ഈ പുസ്തകം വായിക്കാനിടയായി. ഈ പുസ്തകം പുനരാഖ്യാനം ചെയ്തത് ജെയ്സൺ കൊച്ചുവീടൻ എന്നയാളാണ്. 70 രൂപയോളം വരുന്ന ഈ കൊച്ചു പുസ്തകം വളരെ വലിയ ഒരു ലോകമാണ് നമുക്ക് മുൻപിൽ തുറന്നിടുന്നത്. 3 കഥകളിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കഥ പോസ്റ്റ് മാസ്റ്ററുടെ കഥ. ഇല്ലൻഡുകളുടെയും കാർഡുകളുടെയും മണിയോടകളുടെയും മാത്രം നിറയുന്ന
ഒരു ലോകത്ത് ജീവിച്ച ഏകാഗിയായ ഒരു പോസ്റ്റ് മാസ്റ്റർ. കത്തുകളും വെറും കടലാസുകളും അക്ഷരങ്ങളുമല്ല, അവയിൽ തുടിക്കുന്നത് ഹൃദയങ്ങളാണ്, ജീവിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അമ്മയായും സഹോദരിയായും ശുശ്രൂഷകയായും എത്തുന്ന അനാഥ ബാലികയായ രത്തൻ ഇവരുടെ ആത്മസൗഹൃദത്തിന്റെ കഥ പറയുന്നു ഈ കഥ. ഞാൻ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ടോട്ടോ ജാൻ, ജനാൽക്കരികിലെ വികൃതിക്കുട്ടി. തെത്സുവോ കുറിയോനഗിയാണ് ഇതിൻ്റെ രചയിതാവ്. തെത്സുവോ കുറിയോനഗിയായി വളർന്ന പഴയ ടോട്ടോ ജാൻ അവളുടെ സ്കൂളിനെക്കുറിച്ചും കൊബയാഷി മാസ്റ്ററെക്കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളാണ് നമ്മോട് പറയുന്നത്. കുട്ടികളുമായി ഇടപഴകിയ ഓരോരുത്തർക്കും നൽകാൻ അവൾ അധ്യാപകരോ രക്ഷാകർത്താക്കളോ മുത്തശ്ശന്മാരോ എന്നല്ല, കുട്ടികൾ തന്നെയായിക്കൊള്ളട്ടെ, ഒരുപാടുണ്ട് യുനിസെഫിൻ്റെ ഈ ഗുഡ് വിൽ അംബാസിഡറുടെ പക്കൽ. ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രദ്ധേയനായ കവി അൻവർ അലിയാണ്. 1992 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ മലയാള പരിഭാഷ പുറത്തിറക്കിയത്. ജപ്പാനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് 1882 പുറത്തിറങ്ങിയ ടോട്ടോ ജാൻ. ലോകമെങ്ങുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലേക്കും ഈ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. 61 കഥകളാണ് ഇതിലുള്ളത്. 100 രൂപയാണ് ഇതിൻ്റെ വില. റെയിൽവേ സ്റ്റേഷൻ, ജനാൽക്കരികിലെ വികൃതിക്കുട്ടി, പുതിയ പള്ളിക്കൂടം, നിക്ക് ഈ സ്കൂൾ ഇഷ്ടായി, ഹെഡ് മാസ്റ്റർ, ഉച്ചയൂണ്, വിദ്യാരംഭം, തീവണ്ടിയിലെ ക്ലാസ് മുറി എന്നിവയാണ് ഇതിലെ ചില കഥകൾ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് പുതിയ പള്ളിക്കൂടം. അതിലെ ഭാഗങ്ങൾ ഞാൻ വായിച്ചു തരാൻ പോവുകയാണ്. പുതിയ പള്ളിക്കൂടത്തിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോ ജാൻ ഒന്നു നിന്നു. പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനങ്ങളുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേര് എഴുതി വച്ചിരുന്നു. ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കമാരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രം. ഹായ്, വളരണ വാതില്! ടോട്ടോ ജാൻ അതിശയിച്ചു പോയി. ഇത് ടെലിഫോൺ പോസ്റ്റിൻ്റെ അത്രയും വളരുമോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചിരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോമോ ഗാഗ്യേൻ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവൾ അത് കണ്ടത്. ഹായ്! വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകച്ചു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി! ഈ മൈതാനത്തില് അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽ കോച്ചുകൾ. ടോട്ടോ ജാന് ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം. പ്രഭാതത്തിലെ ഇളം വെയിലിൽ റെയിൽ മുറികളുടെ ജനാൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾ അതിലേറെ തിളക്കം. സൊസാക്കു കൊബയാഷിയുടെ സ്മരണയ്ക്കായാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ സ്കൂളിൻ്റെ വൈവിധ്യമാർന്ന പഠന രീതികളും വിവരിച്ചിരിക്കുന്നു. ഈ പുസ്തകം വായിച്ചാലും മടുക്കില്ല. നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായും വായിക്കണം. വായിക്കാത്തവരായി ആരുമില്ലെന്ന് വിചാരിക്കുന്നു. നന്ദി.